സുഹൃത്തുക്കളെ, അസ്സലാം വലൈക്കും. കഴിഞ്ഞ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം റഹ്മത്തുള്ള കാസിമി മുആവിയയെ വെളുപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ചെയ്യുമെന്ന്. മാത്രമല്ല, അദ്ദേഹം പറയുകയുണ്ടായി സമസ്തയും എപിയും ഒക്കെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയുകയുണ്ടായി, അവരോടൊക്കെ അപേക്ഷിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. കാരണം അന്വേഷികൾ സത്യം മനസ്സിലാക്കട്ടെ. മുആവിയ ലഅനത്തുല്ലാഹിയെ വെളുപ്പിക്കുന്ന വീഡിയോകൾ എല്ലാവരും ചെയ്യേണ്ടതാണ്, എല്ലാവരും അതിനെപ്പറ്റി പറയേണ്ടതാണ്. കേരളത്തിൽ മുആവിയയെ പറ്റി ഒരു പഠനം നടക്കട്ടെ. അന്വേഷികൾ ഏതാണ് സത്യമെന്ന് തരംതിരിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, എല്ലാ കിതാബ് കൊണ്ടും എല്ലാ പണ്ഡിതന്മാരും ആരിഫീങ്ങളും മറ്റുള്ളവരും എല്ലാവരും സ്ഥിരപ്പെട്ട കാര്യമാണ് മുആവിയ വലിയ സംഭവമാണ്. എന്നാൽ അത് ശുദ്ധ തട്ടിപ്പാണ്. കാരണം കേരളത്തിൽ എന്നല്ല, ഇവർ പൊതുവെ എവിടെയും ഇത് ചർച്ച തന്നെ നടത്താറില്ല. വേറെ ഒരു കാര്യം കൂടി റഹ്മത്തുള്ള കാസിമിയെ ഇവിടെ ഒന്ന് പറയാനുണ്ട്. നിങ്ങൾ പല പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്, വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ സെർച്ച് ചെയ്തു പഠനം നടത്തി എന്നൊക്കെ പറയുന്ന ആളാണ്. നിങ്ങൾ നബിയുടെ വഫാത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഒരു പ്രഭാഷണം നടത്തൂ, നിങ്ങളും നടത്തും. അതുപോലെ തന്നെ സമസ്തയോടും എപിയോടൊക്കെ നടത്താൻ പറയും. തീർച്ചയായിട്ടും ജനങ്ങൾ പഠിക്കട്ടെ. നിങ്ങൾ അത് നടത്തുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇവിടെ നല്ലോണം പറയാത്ത, മൂടി വെക്കുന്ന, അത് പഠിക്കരുത് എന്ന് പറയുന്നത് തന്നെ അതിൽ ചീഞ്ഞു നാറുന്നത് കൊണ്ടാണ്. പറയുന്ന ചരിത്രം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് അത് പറയാതെ മുആവിയയെ പറ്റി നിങ്ങൾ പറയരുത്. ജനങ്ങൾക്ക് ആ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, എന്നിട്ട് പറയണമെന്നാണ് പറയാനുള്ളത്. ആ കമന്റ്, ഈ വീഡിയോയുടെ അടിയിൽ 3 കമന്റ് പോയി ചെയ്യുകയുണ്ടായി ഇതിന് മറുപടിയായിട്ട്. ആശയപരമായ കമന്റ്. അവർ ശ്രദ്ധിച്ചത്, അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒരു യൂട്യൂബർമാരും ചെയ്യാത്ത, ഒരാളുകളും ചെയ്യാത്ത പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം ഇവർ ഭീരുക്കളാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് എതിരെ അഭിപ്രായങ്ങൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യാതെ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് കമന്റ് ഇട്ടാൽ നമുക്ക് ആ കമന്റ് കാണും. അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിന്മാർക്ക്, മുആവിയയുടെ കുരുട്ടുബുദ്ധിയും തന്ത്രവും നല്ലോണം ഉള്ളവരാണ് ഇതിന്റെ അഡ്മിന്മാർ. ഇതിന്റെ അഡ്മിന്മാർക്കും കാണും, എല്ലാത്തവർക്കൊന്നും കാണില്ല. ഇങ്ങനെ എന്റെ കമന്റ് മാത്രമല്ല, ഇഷ്ടം പോലെ ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ മുആവിയയുടെ തനി നിറം തുറന്നു കാണിച്ചുകൊണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, ആശയപരമായിട്ട് ഇഷ്ടം പോലെ ആളുകൾ റഹ്മത്തുള്ള കാസിമിയുടെ ഇപ്പോൾ ചെയ്ത വീഡിയോയിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് എല്ലാം പല യൂട്യൂബർമാരും എല്ലാവരും അനാവശ്യ കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യും. ഇത് ചില കമന്റുകൾ മാത്രമല്ല, മുഴുവൻ കമന്റും അത്രക്കും കൂടുതൽ ഇദ്ദേഹത്തിനെതിരെയുള്ള, മുആവിയക്കെതിരെയുള്ള, ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ പോയിട്ടുണ്ട്. സത്യാന്വേഷികൾ തീർച്ചയായിട്ടും അവിടെ വന്ന് അടിക്കടിയായി കമന്റ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇവർ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതന്നെ ഭീരുത്വമാണ്. അപ്പൊ എന്താണ്, തുമ്മിയാൽ തെറിച്ചു പോകുന്ന സംഭവമാണോ നിങ്ങളുടെ അടുത്തുള്ളത്? ഒരു കമന്റിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവർ പറയുന്നത് അസത്യമാണ്, കളവാണ് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം എന്നുള്ളതാണ്. ഇപ്പോ എന്റെ കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഇവർ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്? നെഗറ്റീവായ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ മറുപടി ലിങ്കും ഇട്ടിട്ടുണ്ട്. മറുപടി ലിങ്ക് ഇട്ട ആൾക്ക് റഹ്മത്തുള്ള കാസിമിയുടെ ഒരു ഫാൻസ് ആയിരിക്കും. അദ്ദേഹത്തിനോട് റീപ്ലൈ കൊടുത്ത് പറഞ്ഞ് തീർച്ചയായിട്ടും ഇതും ജനങ്ങൾ കാണട്ടെ, എന്നിട്ട് സത്യം മനസ്സിലാക്കട്ടെ, മുആവിയയെ പറ്റി കൂടുതൽ പഠിക്കട്ടെ. ഇത് പഠിക്കരുത് എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ്. അപ്പൊ അത് കൂടുതൽ വെളിവാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അടുത്തത് ഇദ്ദേഹം പറയുന്നത് യൂറോപ്പിന്റെ ഒളി അജണ്ട ഇത് ആവർത്തിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാൻ പേടി? ഒരു കാര്യത്തെപ്പറ്റി പറയാൻ എന്താ പേടി? അത് ജനങ്ങൾ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പൊ ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ ഗ്രന്ഥങ്ങളൊക്കെ സെർച്ച് ചെയ്തു എന്ന് പറയുന്നു ഇദ്ദേഹത്തിന്റെ അണികൾ. ഇദ്ദേഹം ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന എന്തെങ്കിലും ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ഏത് കാര്യമായാലും അത് ജനങ്ങൾ പഠിച്ചു നോക്കട്ടെ. നിങ്ങൾ സത്യത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ അത് പഠിക്കാൻ വരെ പറയാത്തത്. നിങ്ങൾ യൂറോപ്യൻ ഒളി അജണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. ഒരു കമന്റുകൾ ഡിലീറ്റ് ചെയ്യുക, കാര്യങ്ങൾ വ്യക്തമാകാതെ പറയുക. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. നിങ്ങളിപ്പോ റഹ്മത്തുള്ള കാസിമി തിജാനി തരീഖത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. നിങ്ങളെപ്പറ്റി ഇവിടെ ഇരുന്നു കൊണ്ട് ആഫ്രിക്കൻ ഒളി അജണ്ട എന്ന് വെറുതെ പറയാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇവർ ഇത്രയും പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ട് വേറൊരു കാര്യം ചോദിച്ചു പോവുകയാണ്. ഈ തിജാനി തരീഖത്തിനെ സമസ്ത അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് അംഗീകരിക്കുന്നില്ല എന്നാണ്. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കമന്റ് ചെയ്ത. ഇദ്ദേഹത്തിന് 2 കാലുണ്ട്. യഥാർത്ഥ സത്യത്തിന്റെ ആളുകൾക്ക്, അന്വേഷികൾക്ക് 2 കാലുണ്ടാവില്ല. സമസ്തയിൽ ഒരു കാല്, തിജാനി തരീഖത്തിൽ ഒരു കാല്. അപ്പോൾ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥ സത്യാന്വേഷണം ഇവരുടെയൊക്കെ എവിടെയോ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിൽ സാധാരണക്കാരായിട്ടുള്ള, അന്വേഷികളായിട്ടുള്ള ജനങ്ങൾ പെടരുത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ. മുആവിയെ അധിക്ഷേപിക്കുന്ന പിശാചുക്കൾ എന്നാണ് ഇദ്ദേഹം ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ആരാണ് പിശാചുക്കൾ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോക്കടിയിൽ ധാരാളം പേർ പല ഹദീസുകളും പല കിതാബിലുള്ളതും ഉദ്ധരിച്ചുകൊണ്ടുള്ള കമന്റ് ഇട്ടതടക്കം ഇവർ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
അതുപോലെ തന്നെ ഒരു കാര്യത്തെ എത്ര വെളുപ്പിച്ചാലും ഒരു കാര്യം എത്ര അട്ടിമറിക്കപ്പെട്ടാലും സത്യാന്വേഷികൾക്ക് സത്യത്തെ കാണാവുന്ന തെളിവ് എവിടെയും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ആരാണ് പിശാചുക്കൾ എന്ന് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാം. ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അന്വേഷികൾ വിചാരിക്കൽ എന്താണെന്ന് പറഞ്ഞാല് കപടന്മാർ ഇല്ല എന്നുള്ളതാണ് വിചാരിക്കൽ. നബിയുടെ കൂടെ സഹാബത്ത് എന്ന് പറഞ്ഞ് ചേർന്നവരൊക്കെ സഹാബത്താണ് എന്നാണ് വിചാരിക്കൽ. അങ്ങനെ ഇല്ല എന്ന് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നബിയുടെ കൂടെ കപടന്മാർ ഉണ്ട്. കപടന്മാർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരല്ല, ഉള്ളിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കയറി പറ്റിയവരാണ്. കപടന്മാർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആർക്കാണ് കപടന്മാരെ തിരിച്ചറിയൽ? കപടന്മാരല്ലാത്തവർ കപടന്മാരെ തിരിച്ചറിയും, സൂചനകളിൽ നിന്ന് തിരിച്ചറിയും. അതുപോലെ തന്നെ യഥാർത്ഥ ദീനിന്റെ സത്ത് എന്താണോ അതാരിലേക്കാണ് കൈമാറിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതെന്താണ്? അത് ദിക്റെ കൽബാണ്, കൽബിലേക്കുള്ള ദിക്റാണ്. അതുള്ളവർ തീർച്ചയായിട്ടും തിരിച്ചറിയും. അവിടെയാണ് അള്ളാഹു നോക്കുന്നത്. അതാണ് തിരിച്ചറിയപ്പെടാനുള്ള മാനദണ്ഡം. അവർ കപടന്മാരെ തിരിച്ചറിയും, അത് ഇവർക്കില്ല. അത് ഈ പുരോഹിത പണ്ഡിതന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ കപടന്മാരെ തിരിച്ചറിയാത്തത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും കപടന്മാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തിരിച്ചറിയാത്തത് കാസിമിയെ പോലെയുള്ള പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും വേറെ എന്തിനോ വേണ്ടി മൗനം പാലിക്കുന്ന കപടന്മാരാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആൻ പറയുന്നുണ്ട് മുനാഫിക്കുകൾ ഉണ്ട് എന്ന്. മുനാഫിക്കൂൻ എന്ന് പറഞ്ഞ് ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, 63-ാമത്തെ അധ്യായം. അതിന്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്, കപട വിശ്വാസികൾ നിന്റെ അടുത്ത് വന്നാൽ അവർ പറയും തീർച്ചയായും താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിനറിയാം തീർച്ചയായും നീ അവന്റെ ദൂതനാണെന്ന്. തീർച്ചയായും മുനാഫിക്കുകൾ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കുക, മുനാഫിക്കുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവരെയും സഹാബി എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തീർച്ചയായിട്ടും നമുക്ക് മുആവിയയുടെ പറ്റി പരിശോധിക്കേണ്ടതുണ്ട്. മുആവിയയെ അധിക്ഷേപിക്കുന്നവരാണോ പിശാചുക്കൾ, മുആവിയയെ പേറുന്നവരാണോ പിശാചുക്കൾ എന്നത് വളരെ വ്യക്തമായി തെളിഞ്ഞു കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന് വലിയ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. കാരണം മുആവിയയെ പറ്റി വളരെ വ്യക്തമായിട്ട് മുആവിയ മുനാഫിക്കാണെന്ന് ഒരു സത്യാന്വേഷിക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഒന്നും വാഴ മിണ്ടാൻ പറ്റൂല. മുആവിയയെ വെളുപ്പിക്കാൻ നിൽക്കുന്നത് നല്ല 1-ാം തരം പിശാചുക്കളാണ്. 49 ഖുർആനിലെ 2-ാമത്തെ ആയത്ത്, ഹുജറാത്ത് സൂറത്തിലെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ആയത്താണ്. അതിൽ പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മീതെ നിങ്ങൾ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ച ഇടുന്ന പോലെ ഒച്ച ഇടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ശബ്ദം ഉയർത്തി വരെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. എതിർക്കരുത് എന്നല്ല, ശബ്ദം ഉയർത്തി വരെ സംസാരിക്കരുത്. എന്നാൽ ഇവർ തന്നെ അംഗീകരിക്കുന്നുണ്ട് ഈ മുആവിയ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവർ പറയുന്നത് അത് പൊളിറ്റിക്സ് ആണെന്നാണ്. എന്ത് രാഷ്ട്രീയമാണ്? നമുക്ക് നോക്കാം ആരാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ റഹ്മത്തുള്ള ഖാസിം എന്നെ മുമ്പ് അലി റളിയല്ലാഹുവിനെ പൊക്കി പറഞ്ഞപ്പം ആരൊക്കെയോ ഇദ്ദേഹത്തെ ഷിയ എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ മലക്കം മറിഞ്ഞതാണ്. ഇദ്ദേഹത്തിന്റെ അന്വേഷണമൊക്കെ ഇദ്ദേഹം നടത്തിയ അന്വേഷണം തന്നെ ഇദ്ദേഹം വേറെ വഴിക്കാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആർക്ക് മൗലയാണോ അവർക്ക് അലിയും മൗലയാണ്. റസൂലുള്ള മൗലയായ ആൾക്ക് അലിയും മൗലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്താൽ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെതിരെ തന്ത്രം പ്രയോഗിച്ചാൽ ആർക്കെതിരെയാണ് തന്ത്രം പ്രയോഗിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരെ യുദ്ധം ചെയ്താൽ അതിനെ പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ കഴിയുമോ? ഇവിടെ തന്നെ പിന്നെ ഒരു വെളുപ്പിക്കലും ഒരു ചർച്ചയും ഇല്ല. ഇവിടെ തന്നെ യഥാർത്ഥത്തിൽ ഒരാൾ പിന്നെ വാഴടക്കും, മുആവിയ മുനാഫിക്കാണെന്ന് മനസ്സിലാക്കും. അപ്പൊ മുആവിയയെ മുനാഫിക്കല്ല, മുആവിയയെ പുകത്തുന്നവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അധിക്ഷേപിക്കുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് ഇവരൊക്കെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കും, അങ്ങനെ നിഷേധിക്കും. മുആവിയയെ നിഷേധിച്ച അടുത്ത സ്റ്റെപ്പ് ആരാണ്? മുആവിയയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള കവാടം? അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹുവിനെ അധിക്ഷേപിച്ചവർ അധിക്ഷേപിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച അലി റളിയല്ലാഹുവിനെ അധിക്ഷേപിക്കുന്നതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച, അവർക്കെതിരെ തന്ത്രം പ്രയോഗിച്ച മുആവിയയാണ് പിശാച്. അവരെ പേറുന്ന ഇവിടുത്തെ ജാഹിലുകളായിട്ടുള്ള പണ്ഡിതന്മാർ. അപ്പൊ ഇവരാരാണ്? നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നാവ് ആലിമും കൽബ് ജാഹിലുമായവരാണ്. കൽബ് ജാഹിലായതുകൊണ്ടാണ് ഇവർക്ക് മുനാഫിക്കുകളെ തിരിച്ചറിയാത്തത്, അഹ്ലു ബൈത്തിനെ ദ്രോഹിച്ച തെമ്മാടികളെ ഇവർക്ക് തിരിച്ചറിയാതെ പോയത് എന്നുള്ളതാണ്. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ നീചന്മാരായിരിക്കും അവസാന കാലത്തെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ മുആവിയ
അലി റളിയല്ലാഹുവിനെ അധിക്ഷേപിച്ചിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ശാപപ്രാർത്ഥന, ഇതൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അധിക്ഷേപിച്ചു എന്നുള്ളതാണ് സ്ഥിരപ്പെട്ട കാര്യം. ശാപപ്രാർത്ഥന നടത്തി എന്നുള്ളതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അലി റളിയല്ലാഹുവിനെതിരെ ശാപപ്രാർത്ഥന നടത്താൻ ഓർഡർ കൊടുത്തു എന്നൊക്കെ. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 2404 സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആവിയ എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ അബൂ തുറാബിനെ, അതായത് ഹസ്രത്ത് അലിയെ അധിക്ഷേപിക്കാത്തത് എന്തുകൊണ്ട്? ഈ മുആവിയയാണോ നിങ്ങൾ പേറുന്നത്? അതുപോലെ മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ എന്ന ഗ്രന്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ ഹദീസ് നമ്പർ 17952 ഹസ്രത്ത് അബൂ സഈദ് ഖുദരി പറയുന്നു, ഹസ്രത്ത് അലിയെ തെറി വിളിക്കാൻ മുആവിയ ജനങ്ങളോട് നിർദ്ദേശിക്കുമായിരുന്നു. അടുത്തത് ഗ്രന്ഥം താരീഖ് തബരി, ഗ്രന്ഥകാരൻ ഇമാം മുഹമ്മദ് ബിൻ ജരീർ തബരി, വാല്യം 4 പേജ് 158 പറയുന്നു, താരീഖ് തബരി പ്രസ്താവിക്കുന്നു, അമീർ മുആവിയയുടെ ആജ്ഞപ്രകാരം വിവിധ പ്രദേശങ്ങളിൽ ഹസ്രത്ത് അലിയെ അപമാനിക്കുന്ന പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. സുഹൃത്തുക്കളെ, ഇതൊക്കെ പിന്നെ നിർത്തുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്താണ് ഇത് നിർത്തലാക്കുന്നത് എന്നുള്ളതൊക്കെ പച്ചയായിട്ടുള്ള ചരിത്ര സത്യങ്ങളാണ്. അടുത്തത് ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബ് വാല്യം 3 പേജ് 129 അദ്ദേഹം രേഖപ്പെടുത്തി, ഹസ്രത്ത് അലിയെ ആക്ഷേപിക്കാൻ മുആവിയ ജനങ്ങളോട് ഉത്തരവിട്ടു. അത് ഔദ്യോഗികമായി തുടരുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലയാക്കിയ അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാൻ മുആവിയ ഉത്തരവിടുകയും അത് ഔദ്യോഗികമാക്കുകയും ചെയ്തു. ഇവരാണോ നിങ്ങൾ പിന്തുടരുന്നത്? ഇവരെ അധിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ, ഈ മുആവിയ എന്ന് പറയുന്ന ദജ്ജാലിനെ അധിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളാണ് പിശാച് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അഹ്ലു ബൈത്തിനോടും കടുത്ത കുടിപ്പകയുണ്ടായിരുന്നു. ആർക്ക്? അബൂ സുഫിയാനിക്ക്. ഇദ്ദേഹം അബൂ സുഫിയാനെയും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബൂ സുഫിയാനും മലക്ക് മുകളിൽ നിന്ന് നബിയുടെ സംഘം വരുന്നത്, നബി ജനങ്ങളുമായിട്ട് വരുന്നത് കാണുകയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇസ്ലാം സ്വീകരിച്ചതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർ വന്നിട്ട് നബിയോട് പറയും വിശ്വസിച്ചു എന്ന്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ മുനാഫിക്കുകളാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. ഇതിൽപ്പെട്ട ആളാണ് അബൂ സുഫിയാൻ എന്ന തലക്കോളമുള്ളവർക്ക് വ്യക്തമാണ്. അവർ നബിയുടെ ചെറിയ ശത്രുവായിരുന്നില്ല, കടുത്ത ശത്രുവായിരുന്നു. നബി കുടുംബത്തോട് കുടിപ്പക തന്നെ ഉണ്ടായിരുന്നു, കടുത്ത അസൂയ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവർ തീർച്ചയായിട്ടും നബി അനുജന്മാരൊക്കെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. മക്ക വിജയ ശേഷം വേറെ ഗതിയൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൈലന്റ് ആയിട്ടുള്ള മക്ക വിപ്ലവ വിജയത്തെ കാണുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മക്കയിൽ എല്ലായിടത്തും അവർ നിർഭയരാണ്. അബൂ സുഫിയാന്റെ വീട്ടിലേക്കൊന്നും അവർ പോകേണ്ടതില്ല, വിജയിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇവരെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ നിൽക്കുന്ന, ഇവരോട് പകയുള്ള അബൂ സുഫിയാന്റെ വീട്ടിൽ വരെ നിർഭയരാണെന്ന് പറഞ്ഞാൽ ഇത് അബൂ സുഫിയാനെതിരെയുള്ള റിപ്പോർട്ടായിട്ടാണ് ശരിക്കും വായിക്കേണ്ടത്. ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിലാണ്. ആ കൽബിൽ നിന്ന് കൽബിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിനെ പ്രധാനമായി കൈമാറിയത് എവിടേക്കാണ്? അതിനെ ഏൽപ്പിച്ച അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. നബി കവാടമാക്കിയ മൂലയാക്കിയ അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ ഖുർആൻ ഉള്ളത് അലി റളിയല്ലാഹു അൻഹുവിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുന്നു എന്ന് സ്ഥിരപ്പെട്ട, ഈ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ തന്ത്രം പ്രയോഗിച്ച, യുദ്ധം ചെയ്ത മുനാഫിക്കായിട്ടുള്ള മുആവിയക്ക് ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ എങ്ങനെയും വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥം. തീർച്ചയായിട്ടും ഇനിയും വെളുപ്പിക്കൽ ഇനിയും ഉണ്ടാകട്ടെ. റഹ്മത്തുള്ളാഹി ഖാസിമിയും അദ്ദേഹം വെളുപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ച എപിയും സമസ്തയും അതിലുള്ള പണ്ഡിതന്മാർക്കൊക്കെ വെളുപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളുപ്പിക്കട്ടെ. തീർച്ചയായിട്ടും ഇതിന്റെ വിശദീകരണങ്ങൾ ഇവിടെ നിന്ന് മാത്രമല്ല പലയിടത്തു നിന്നും ഇനിയും ഉണ്ടാകും. കൂടുതൽ ഇവർ വിശദീകരിച്ചാൽ കേരളത്തിൽ ഇത് നല്ല ചർച്ച നടക്കുക തന്നെ ചെയ്യും. വീണ്ടും വിശദീകരണങ്ങൾ ഉണ്ടാവും. സത്യാന്വേഷികൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. സത്യത്തിന്റെ ഹക്കിന്റെ അഹ്ലുകാർക്ക്, അല്ലാതെ ഉറച്ച പാറയായി നിൽക്കുന്നവർക്കല്ല, മറിച്ച് അന്വേഷിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, സത്യം ഉള്ളിൽ നിന്ന് തേടുന്നവർക്ക്, മറ്റൊന്നിനെയും ബിംബമാക്കാത്തവർക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാവുക തന്നെ ചെയ്യും. ഇവരിതിനെ കൂടുതൽ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പൊള്ളും. അത് ഇവർക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഈ കമന്റുകൾ വരെ ഡിലീറ്റ് ആക്കുന്നത്. കേരളത്തിൽ മുആവിയയെ പറ്റി, മുആവിയ ലഅനത്തുല്ലാഹിയെ പറ്റി, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനോടൊക്കെ കൊടും ക്രൂരത ചെയ്ത അബൂ സുഫിയാൻ, മുആവിയ, യസീദ് അച്ചുതണ്ടിനെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വരെ ഇറങ്ങും. മുആവിയയെ പറ്റി കേരളത്തിൽ ഇനിയും പുസ്തകങ്ങൾ വരെ ഇറങ്ങും എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥ ദീൻ തീർച്ചയായിട്ടും തകരില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ യഥാർത്ഥ ദീൻ, അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറിയ, അലി റളിയല്ലാഹു അൻഹുവിനെ മൗലയാക്കി അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറിയ യഥാർത്ഥ ദീൻ ഒരിക്കലും തീർച്ചയായിട്ടും തകരില്ല. കാരണം മുആവിയയല്ല ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലയാക്കിയ, അലി റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിച്ച, യുദ്ധം ചെയ്ത, നിരന്തരമായി ദ്രോഹിച്ച മുആവിയയും അവരുടെ മകനും അവരുടെ ബാപ്പയും ഒന്നുമല്ല ദീൻ. ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറിയത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആ ദീൻ ഒരിക്കലും തകരില്ല എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇവരെല്ലാവരും പ്രഭാഷണത്തിൽ മുഅ്മിനുകളെ എന്ന് വിളിക്കാറുണ്ട്. മുഅ്മിനുകളെ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. സുഹൃത്തുക്കളെ, നമുക്കറിയാം നാവ് ആലിമും കൽബ് ജാഹിലും ആവുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ നാവിലാണ് അള്ളാഹു ഉള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരൊക്കെ ഇപ്പോഴും ഇവർ പൊക്കിയടിക്കുന്നവർ. ഇവരുടെ നാവിലും വേഷത്തിലും തലയെക്കെട്ടിലും ഒക്കെയാണ് ദീനുള്ളത്. എന്നാൽ ഇവരുടെ ഉള്ളു ജാഹിലാണ്, ഉള്ളിൽ തീർച്ചയായിട്ടും ദീനില്ല. അപ്പം നിങ്ങൾ ഇവരുടെ വേഷങ്ങൾ കണ്ടും നാവ് കണ്ടും ഒരിക്കലും മഴങ്ങരുത് എന്നാണ് പറയാനുള്ളത്. വേഷവും നാവുമൊക്കെ ആലിമായിട്ടുള്ള ജാഹിലുകളായിട്ടുള്ള പണ്ഡിതന്മാർ ഈ കാലത്ത് വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണെന്ന് നിങ്ങൾ ഓർക്കുക. 70,000 പണ്ഡിതന്മാർ, അതായത് മുസ്ലിങ്ങളിൽപ്പെട്ട 70,000 പണ്ഡിതന്മാർ, പച്ച തലപ്പാവ് ധരിച്ച 70,000 പണ്ഡിതന്മാർ ദജ്ജാലിനെ അനുഗമിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഇവരാണ് പിശാചുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും എല്ലാ കാര്യത്തെപ്പറ്റിയും ഒരാൾ പറയുമ്പോൾ അതിനെ അപ്പടി സ്വീകരിക്കാതെ, നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പടി സ്വീകരിക്കാതെ പണ്ട് മുതലേ ഇവർ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. പഠിച്ചു നോക്കാൻ തയ്യാറാവുക. ഇവർക്കപ്പുറം പഠിക്കാൻ വിടില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവരിൽ തളച്ചിടാനാണ്. ഇവർ നിങ്ങളെ തളച്ചിടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കപടന്മാരുണ്ട് എന്ന്. അതുപോലെ തന്നെ നബിയോട് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്. അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങളെന്ന് പറയരുതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ മുഅ്മിൻ ആരാണ്? മുഅ്മിനാകണമെങ്കിൽ കൽബിലേക്ക് നൂറ് കയറണം, കൽബിലേക്ക് അള്ളാഹുവിന്റെ ദിക്ർ കയറണം. ഇതാണ് സുഹൃത്തുക്കളെ സയ്യിദ് യൂനുസ് അൽ ഗോഹർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അൽറാ ടിവിയിൽ പഠിച്ചു നോക്കാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ഈ തസവുഫ്, ഈ ദീനിന്റെ ആന്തരിക പ്രഭയെ വിശദീകരിക്കുന്ന ഗ്രന്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്വേഷികളായിട്ട് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ അഡ്രസ്സൊക്കെ നൽകിയാൽ, ഈ നമ്പറിലേക്ക് അഡ്രസ്സൊക്കെ അയച്ചാൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ ഏത് കാര്യത്തെപ്പറ്റിയും വിശദമായി പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇവരൊക്കെ പഠിക്കുമെന്ന് പറയുമെങ്കിലും ഒരു പോയിന്റ് എത്തിയാൽ, ഇവരുടെ അധികാരവും നിലനിൽപ്പും ഇവരുടെ ഈ മുല്ലാ മതവും തകരുന്ന പോയിന്റ് എത്തിയാൽ ഇവർ പഠനമൊക്കെ നിർത്തുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളോട് പഠിക്കരുത് എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഏവർക്കും